നമസ്കാരം, സ്വാഗതം. ഞാൻ വിഷ്ണു അടൂർ. നമ്മൾ ഈ വീഡിയോയിലൂടെ സ്റ്റാർ ഹെൽത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പ്ലാനിനെ പറ്റിയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ പ്ലാനിന്റെ ഏജ് ലിമിറ്റിനെ പറ്റി നോക്കാം, പ്രായപരിധിയെ പറ്റി നോക്കാം. ഈ ഒരു പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും ഈ ഒരു പ്ലാനിൽ അംഗമാകുവാൻ സാധിക്കും. 91 ദിവസം മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ഡിപ്പെൻഡന്റ് ചിൽഡ്രൻസിന് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഡിപ്പെൻഡന്റ് ചിൽഡ്രൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പേരൻസ് ഒരു പോളിസി എടുക്കുകയാണ്, ഇപ്പൊ അച്ഛനും അമ്മയും കൂടി ഒരു പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളെ എന്നത് ഉൾപ്പെടുത്തും. കുട്ടികൾക്ക് 1 വയസ്സാണെങ്കിലും 2 വയസ്സാണെങ്കിലും അവരെ ഉൾപ്പെടുത്തും. അങ്ങനെ ഉൾപ്പെടുത്തി ആ പോളിസി ആ രക്ഷകർത്താക്കൾ അടച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോളിസിയിൽ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻസ് എന്നുള്ള കാറ്റഗറിയിൽ അവർക്ക് 25 വയസ്സ് വരെ തുടരാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ആ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രായപൂർത്തിയായ ഒരാളുടെ കാര്യം നോക്കാം. അങ്ങനെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾ ഈ ഒരു പ്ലാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ തൊട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർക്ക് ഈ പരമാവധി ഏജ് ലിമിറ്റ് പറയുന്നില്ല, നോ ലിമിറ്റ്, എത്ര വയസ്സായാലും അവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് നോ ഏജ് ലിമിറ്റ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സം ഇൻഷുർഡ്. ഈ ഒരു പോളിസിയിലെ ഏറ്റവും മിനിമം സം ഇൻഷുർഡ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. പരമാവധി സം ഇൻഷുർഡിന് യാതൊരു ലിമിറ്റും ഇല്ല, അൺലിമിറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ലഭ്യമാണ്. 5 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി, അൺലിമിറ്റഡ് എന്നീ ഓപ്ഷൻസിൽ നമുക്കിത് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ നിന്നും 1 കോടിയോ അല്ലെങ്കിൽ അൺലിമിറ്റഡോ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ പ്ലാനിൽ ചേരുന്ന സമയത്ത് നമ്മുടെ പ്രായപരിധി പരമാവധി 60 വയസ്സ് വരെ ആകാൻ പാടുള്ളൂ. 60 വയസ്സിനകത്തുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന 1 കോടി എന്ന് പറഞ്ഞ ഓപ്ഷനും അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ ഒരു പോളിസിയിൽ എത്ര ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 2 അഡൾട്ട്, പ്രായപൂർത്തിയായിട്ടുള്ള 2 ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. 4 ഡിപ്പെൻഡന്റ് ചിൽഡ്രൻസ്, അങ്ങനെയുള്ള 4 പേരെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ പരമാവധി നമുക്ക് 6 പേരെയാണ് ഈ ഒരു പോളിസി ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു പോളിസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡേ കെയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യന്റ് ആവശ്യത്തിന് ആശുപത്രിയിൽ വന്നു അഡ്മിറ്റായി. അങ്ങനെ അഡ്മിറ്റ് ആകുന്ന സമയപരിധി എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡേ കെയർ എന്നാണ് പറയുന്നത്. ഈ ഒരു പോളിസിയുടെ കാര്യത്തിൽ ഡേ കെയറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലൈസേഷന്റെ കാര്യം നോക്കാം. ഡോക്ടർ ഫീ, ടെസ്റ്റ്, മെഡിസിൻ, ICU അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ആകുന്നുണ്ട്. ഒരു രോഗി ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ സം ഇൻഷുർഡ് വരെയുള്ള എല്ലാ ചെലവുകളും ഈ ഒരു പോളിസി കവർ ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് റൂം റെന്റിന്റെ കാര്യം നോക്കാം. നമ്മൾ 5 ലക്ഷത്തിന്റെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെ എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ 7 ലക്ഷം മുതൽ മുകളിലേക്കുള്ള ഏത് പോളിസി എടുത്താലും റൂമിന് യാതൊരു ലിമിറ്റും ഇല്ല. അടുത്തായിട്ട് നമ്മൾ ഹോം കെയർ ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് നോക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ആളുകൾ വീട്ടിൽ കിടന്നുകൊണ്ട് ചികിത്സിക്കും. ചില ക്രൈറ്റീരിയ അനുസരിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ആയുഷ് ട്രീറ്റ്മെന്റ് കാര്യം നോക്കാം. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് മാത്രമാണ് സപ്പോർട്ട് വരുന്നത്. അതായത് അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇത് സപ്പോർട്ട് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് റോഡ് ആംബുലൻസിന്റെ കാര്യം നോക്കാം. റോഡ് ആംബുലൻസ് ഈ ഒരു പോളിസിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു രോഗിയെ ഇപ്പൊ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആംബുലൻസിന്റെ എക്സ്പെൻസ് കവർ ചെയ്യും. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് കവർ ചെയ്യും. ആശുപത്രിയിൽ നിന്ന് രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആംബുലൻസിന്റെ എക്സ്പെൻസും കവർ ചെയ്യും. മുകളിൽ പറഞ്ഞ 3 തരത്തിലുള്ള ആംബുലൻസ് സേവനങ്ങളെ പറ്റി പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എയർ ആംബുലൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. 5 ലക്ഷം രൂപ വരെയുള്ള എയർ ആംബുലൻസിന്റെ എക്സ്പെൻസ് നമുക്ക് ഈ പോളിസിയിലൂടെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് സം ഇൻഷുർഡ് റിസ്റ്റോറേഷൻ. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നു, നമ്മുടെ സം ഇൻഷുർഡ് ചെലവാകുന്നു. ഉദാഹരണമായിട്ട് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ഒരാൾക്ക് ഒരു 3 ലക്ഷം രൂപ ചെലവായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ 3 ലക്ഷം രൂപ ചെലവാകുന്ന ഉടൻ തന്നെ റീസ്റ്റോർ ചെയ്ത് വീണ്ടും 10 ലക്ഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ 100% റീസ്റ്റോറേഷൻ ഈ ഒരു പോളിസി കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ എവറി ക്ലെയിം, എല്ലാ ക്ലെയിമിന് ശേഷവും 100% റീസ്റ്റോറേഷൻ ഈ പോളിസി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഒരാളുടെ പോളിസിയുടെ സം ഇൻഷുർഡ് 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, ചെലവ് വന്നു, 3 ലക്ഷം രൂപ ചെലവായി. പക്ഷേ ഉടൻ തന്നെ അത് 10 ലക്ഷത്തിലേക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരാൾ ആശുപത്രിയിൽ ഇതുപോലെ അഡ്മിറ്റ് ആയി, അദ്ദേഹത്തിന്റെ സം ഇൻഷുർഡ് 10 ലക്ഷം രൂപ തന്നെയായിരുന്നു. പക്ഷേ 16 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിലെ ബില്ല് വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ 6 ലക്ഷം രൂപ കയ്യിൽ നടക്കേണ്ടി വരും. ബാക്കി വരുന്ന 10 ലക്ഷം രൂപ കമ്പനി കൊടുക്കുകയും ഈ 10 ലക്ഷം രൂപ വീണ്ടും റീസ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സിംഗിൾ അഡ്മിഷനിൽ വരുന്ന ആ ഒരു ബില്ല് സം ഇൻഷുർഡിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പേ ചെയ്യും. അത് സം ഇൻഷുർഡിന് മേളിലാണെന്നുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന പൈസ അവർ പേ ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് നമുക്ക് നോ ക്ലെയിം ബോണസിനെ പറ്റി നോക്കാം. ഇപ്പോൾ ഒരാളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു, ക്ലെയിം ഒന്നും വരുന്നില്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടും. അതായത് ക്ലെയിം ഇല്ലാത്തതിന് ബോണസ് കിട്ടും. 50% ഓഫ് ദ സം ഇൻഷുർഡ് ഫോർ ഈച്ച് ക്ലെയിം ഫ്രീ ഇയർ. ക്ലെയിം ഇല്ലെന്നുണ്ടെങ്കിൽ സം ഇൻഷുർഡിന് 50% കൂടി ആഡായി വരും.
അപ് ടു മാക്സിമം ഓഫ് 100% സം അഷ്യൂർഡിന്റെ 100% വരെ മാത്രമേ ഇത് ആടായി വരത്തുള്ളൂ. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ ഉദാഹരണമായിട്ട് ഫസ്റ്റ് വർഷം നമ്മൾ 10 ലക്ഷത്തിന്റെ പോളിസിയാണ്, ക്ലൈം ഇല്ലേ അത് 15 ലക്ഷമായിട്ട് മാറുന്നു. സം അഷ്യൂർഡിന്റെ 50% 5 ലക്ഷം കൂടെ ആടായിട്ട് 15 ലക്ഷമായിട്ട് മാറുന്നു. അടുത്ത വർഷം ക്ലൈം ഇല്ലെങ്കിൽ സം അഷ്യൂർഡിന്റെ 50% വീണ്ടും ആടാകുന്നു, അങ്ങനെ 20 ലക്ഷമായിട്ട് മാറുന്നു. പക്ഷേ അതിന് മുകളിലേക്ക് പിന്നെ പോകുന്നില്ല, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ് ടു മാക്സിമം ഓഫ് 100% ഓഫ് സം അഷ്യൂർഡ്. സം അഷ്യൂർഡിന്റെ 100% വരെ മാത്രമേ ഇതേപോലെ ആടാകത്തുള്ളൂ. പ്രീമിയം വേവർ ബെനിഫിറ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പോളിസി എടുത്ത ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണെന്ന് വിചാരിക്കില്ല, അതായത് ക്രിട്ടിക്കൽ ആയിട്ടൊരു ഇൽനെസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വർഷത്തെ പ്രീമിയം കമ്പനി ഒഴിവാക്കി കൊടുക്കുന്ന ഒരു ഫീച്ചറാണിത്. അടുത്തൊരു ഫീച്ചറാണ് ഫ്രീസ് യുവർ ഏജ്. നമുക്കറിയാം, നമ്മൾ ഓരോ ആളുകളും പോളിസിയിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള നമ്മുടെ പ്രായം അനുസരിച്ചാണ് പൈസ വരുന്നത്. പ്രായം കൂടുന്തോറും പോളിസിയുടെ പൈസ എങ്ങനെ കൂടി വരും. പക്ഷെ ഫ്രീസ് യുവർ ഏജ് എന്നുള്ള ആ ഒരു ആശയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈം വരുന്നില്ലെങ്കിൽ നമ്മൾ ആ ജോയിൻ ചെയ്ത പ്രായത്തിലുള്ള പൈസ തന്നെ നമുക്ക് അടച്ചുകൊണ്ട് പോളിസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു 18 വയസ്സുള്ള ഒരാളൊരു പോളിസി എടുത്തപ്പോൾ അദ്ദേഹത്തിന് ചിലവാകുന്ന പൈസ ചിലപ്പോൾ 5000 രൂപയാണെങ്കിൽ 50 വയസ്സുള്ള എടുത്തു കഴിഞ്ഞാൽ 20,000 രൂപ 30,000 രൂപ ചിലവാകുമെന്ന് വിചാരിക്കുക. പക്ഷേ ഈ 18 വയസ്സ് അദ്ദേഹത്തിന് ക്ലൈം ഇല്ലെങ്കിൽ അന്ന് അടയ്ക്കുന്ന ആ പൈസ അടച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. നമ്മൾക്ക് ഒരു ക്ലൈം വരുന്നോടം വരെ, അല്ലെന്നുണ്ടെങ്കിൽ 55 വയസ്സാകുന്നോടം വരെ ഇതേപോലെ വേണമെങ്കിൽ തുടരാൻ വേണ്ടി സാധിക്കും. ഫ്രീ സ്യൂറേജ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രായം 50 വയസ്സിന് താഴെ ആയിരിക്കുകയും വേണം. അടുത്തൊരു ഫീച്ചറാണ് വെൽനസ് റിവാർഡ്. നമുക്ക് വെൽനസ് റിവാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത പ്രീമിയത്തിൽ 20% വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർ ഹെൽത്തിന്റെ വെൽനസ് ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവർ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് വലിയ കാര്യങ്ങളൊന്നുമല്ല, നടക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ചെക്കപ്പിന് പോവുക, ഫിറ്റ്നസ് ആക്ടിവിറ്റികൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതൊക്കെ അതിനകത്ത് മെഷർ ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് വെൽനസ് പോയിന്റുകൾ കിട്ടും. ഇത് നമുക്ക് റെഡീം ചെയ്തുകൊണ്ട് അടുത്ത റിന്യൂവൽ 20% വരെ ആ പോളിസിയുടെ പ്രീമിയത്തിൽ കുറവ് നമുക്ക് നേടുവാൻ വേണ്ടി സാധിക്കും. ലിമിറ്റ്ലെസ് കെയർ. നമുക്ക് ഒരു ക്ലൈം യാതൊരു ലിമിറ്റും ഇല്ലാതെ ക്ലൈം ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സമ്മഷൻ ഇപ്പം 10 ലക്ഷമാണെങ്കിലും 20 ലക്ഷമാണെങ്കിലും ഒരൊറ്റ ക്ലൈം നമുക്ക് ഒരു ലിമിറ്റും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കും. 1 കോടി രൂപയിൽ നമുക്ക് ക്ലൈം കിട്ടും. അങ്ങനെ നമ്മുടെ പോളിസിയുടെ കാലാവധിയിൽ ഒരൊറ്റ തവണ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഫ്രീ അൺലിമിറ്റഡ് ക്ലൈം നമുക്ക് ലഭിക്കും. ക്വിക്ക് ഷീൽഡ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൽ പറയുന്ന ABCD ഡിസീസുകളുടെ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം എടുത്ത് വെച്ച് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ എന്താണ് ABCD ഡിസീസ്? ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് എന്നിവയാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ ABCD ഡിസീസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ഷീൽഡ്. അതായത് ഒരാളിപ്പോൾ ഒരു പോളിസിയിൽ ജോയിൻ ചെയ്യുന്നു. പോളിസിയിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം കഴിയുമ്പോഴേ ക്ലൈം ഇല്ലേ, നോ ക്ലൈം ബോണസ് വരുന്നു. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോൾ ഇതിന് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇങ്ങനെ കിട്ടിവരികയാണ്. ആ ആനുകൂല്യങ്ങളും ആ വെയിറ്റേജും എല്ലാം ജീവിത പങ്കാളിക്ക് കൂടെ നൽകാൻ വേണ്ടി സാധിക്കും. അതായത് വിവാഹം കഴിക്കുന്ന സമയത്ത് ജീവിത പങ്കാളിക്ക് കൂടെ നൽകിക്കൊണ്ട് പോളിസിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു ഫീച്ചറാണിത്. അങ്ങനെയുള്ള ഫീച്ചറിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആണ് ഹസ്ബൻഡ്, വൈഫാണ് വൈഫ്, അവരെ ഈ പോളിസിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോഴേക്കും ഇദ്ദേഹം ഈ പോളിസി എടുത്ത കാലം മുതലുള്ള ആ വെയിറ്റേജും ആനുകൂല്യങ്ങളും ഒക്കെ ആ വരുന്ന പുതിയ ജീവിത പങ്കാളിക്കും ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്പൗസിന്റെ അതായത് ജീവിത പങ്കാളിയുടെ പ്രായം എന്ന് പറയുന്നത് ഈ എൻട്രി ചെയ്യുന്ന സമയത്ത് 35 വയസ്സിൽ താഴെ ആയിരിക്കണം. വിവാഹം കഴിഞ്ഞ് 120 ദിവസത്തിനകം പോളിസിയിലേക്ക് ജീവിത പങ്കാളിയെ ഉൾപ്പെടുത്തുകയും ചെയ്യണം. ലിമിറ്റ്ലെസ് ലോയൽറ്റി ബോണസ്. നമ്മൾ ഓരോ തവണ പ്രീമിയം റിന്യൂ ചെയ്യുമ്പോഴും ഒരു സമ്മർഷേഡ് കൂടി, അതായത് 100% സമ്മർഷേഡ് കൂടി ആടാകുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 10 ലക്ഷത്തിന്റെ പോളിസിയാണ്, അടുത്ത വർഷം റിന്യൂ ചെയ്യുമ്പോൾ 20 ലക്ഷമാകുന്നു, മൂന്നാമത്തെ വർഷം റിന്യൂ ചെയ്യുമ്പോൾ 30 ലക്ഷമാകുന്നു. ഓരോ തവണ റിന്യൂ ചെയ്യുമ്പോഴും ഒരു സമ്മർഷേഡ് കൂടെ ആടായി വരുന്നു. പ്രീമിയം റിട്ടേൺ. ഒരാൾ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നു, അതിനുശേഷം തുടർച്ചയായിട്ട് 5 വർഷങ്ങൾ അദ്ദേഹത്തിന് ക്ലൈം ഇല്ലെങ്കിൽ 6ാമത്തെ വർഷം പ്രീമിയം അടയ്ക്കുമ്പോഴേക്കും ഈ ആദ്യത്തെ വർഷത്തെ പ്രീമിയം തിരിച്ചു കൊടുക്കുന്നു. ഹെൽത്ത് ബൂസ്റ്റർ. നമ്മൾ 7 വർഷം തുടർച്ചയായിട്ട് ക്ലൈം ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു സമ്മർഷേഡ് കൂടി 100% സമ്മർഷേഡ് കൂടി പോളിസിയിലൂടെ ആടാകുന്നു. അതായത് 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ 7 വർഷം ക്ലൈം ഇല്ലാതിരുന്നാൽ അതിനൊരു 10 ലക്ഷം കൂടെ ആടായിട്ട് 20 ലക്ഷമായിട്ട് മാറുന്നു. അടുത്താണ് മെറ്റാനിറ്റി. ഇപ്പൊ നമുക്ക് 50,000 രൂപയുടെ പ്ലാൻ ഉണ്ട്, 1 ലക്ഷം രൂപയുടെ പ്ലാൻ ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷത്തിന് ശേഷമുള്ള ഡെലിവറിയാണ് ഇത് കവർ ആകുന്നത്. ഇത് നോർമൽ ഡെലിവറിയും C-സെക്ഷനും കവർ ആകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ന്യൂ ബോൺ കവർ ആകുന്നുണ്ട്. ജനിക്കുന്ന കുട്ടി കവറേജോട് കൂടി തന്നെയാണ് ജനിക്കുന്നത്. പക്ഷെ പ്രത്യേകം ഓർക്കുക, ഈ ഒരു ഓപ്ഷണൽ കവർ നൽകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും പോളിസിയിൽ അംഗങ്ങളായിരിക്കണം. ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെന്റ് കവർ. നമുക്കൊരു മെഡിക്കൽ എക്യുപ്മെന്റ് റെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പരമാവധി നമുക്ക് 5 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഗ്രേസ് പീരീഡ് കവർ. നമ്മൾ പോളിസിയിൽ ജോയിൻ ചെയ്തു, ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പ്രീമിയം അടയ്ക്കണം. അങ്ങനെ പ്രീമിയം അടയ്ക്കാൻ നമ്മുടെ ഡേറ്റ് ആയി കഴിഞ്ഞ് അടച്ചില്ലെങ്കിലും ആ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് ആ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുറച്ചൊരു കാലാവധി കൂടെ കിട്ടും. പക്ഷെ സാധാരണ പോളിസികൾ ഈ കാലാവധിക്കകത്തൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കത്തില്ല. പക്ഷെ ഈ പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലാവധിയിൽ ഒരു ക്ലെയിം വന്നാലും നമുക്കത് ലഭിക്കും.
അടുത്തൊരു ഫീച്ചറാണ് കമ്പാഷനേറ്റ് വിസിറ്റ് എന്ന് പറയുന്നത്. പോളിസിയിൽ അംഗമായിട്ടുള്ള ഒരാൾ ഒരിടത്ത് ഹോസ്പിറ്റലൈസ് ആകുകയാണ്, അദ്ദേഹം കുറച്ച് ദൂരത്തിലാണ് ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ റിലേറ്റീവിന് വരുവാൻ വേണ്ടിയുള്ള എക്സ്പെൻസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണിത്. അങ്ങനെ 10,000 രൂപ വരെ റിലേറ്റീവിന് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് വാങ്ങാൻ വേണ്ടി സാധിക്കും. നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് കവർ ചെയ്യും. നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസിന്റെ പൈസ കൂടി ഇതിൽ കവർ ആയി വരും. സർജിക്കൽ ഗ്ലൗവ്, മാസ്ക്, സിറിഞ്ച്, ബാൻഡേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് PPE കിറ്റൊക്കെ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ പൈസ കൂടെ ഈ ഒരു പോളിസിക്കകത്ത് കവർ ആയി വരും. പല പോളിസിക്കകത്ത് നോൺ മെഡിക്കൽ കൺസ്യൂമബിൾസ് കവർ ആകുന്നില്ല. അടുത്തായിട്ട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് ഈ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ്. പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 31 ദിവസമുണ്ട്. അതിനുശേഷം അത്യാവശ്യം മറ്റു കാര്യങ്ങൾ കവറാവും. സ്പെസിഫിക് ഇൽനെസ്, സർജറി എന്നിവ 24 മാസത്തിന് ശേഷമാണ് കവറാകുന്നത്. അപ്പോൾ സ്പെസിഫിക് ഇൽനെസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സ്പെസിഫിക് ഇൽനെസ്സിൽ വരുന്നതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അങ്ങനെ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ക്ലെയിംസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടെടുക്കുന്ന പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് 36 മാസത്തിന് ശേഷം മാത്രമേ കവറേജ് ലഭിക്കത്തുള്ളൂ. ഇത് കൂടാതെ നമുക്ക് അൺലിമിറ്റഡ് ടെലി കൺസൾട്ടേഷൻ, സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ, ഫാർമസി പോകുന്ന സമയത്ത് ഡിസ്കൗണ്ടുകൾ, ഡയഗ്നൈസ് ചെയ്യുന്ന സമയങ്ങളിൽ ഡിസ്കൗണ്ടുകൾ, കൺസൾട്ടേഷനിൽ ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കും. ഫ്രീ ഡെന്റൽ ചെക്കപ്പ് ആൻഡ് ക്ലീനിങ് ലഭിക്കും. പോളിസിയുടെ 2ാമത്തെ വർഷത്തിലും 3ാമത്തെ വർഷത്തിലുമാണ് ഇത് ലഭിക്കുന്നത്. റോബോട്ടിക്സ് അടക്കമുള്ള മോഡേൺ ട്രീറ്റ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ നഴ്സിംഗ് അറ്റ് ഹോം എന്ന് പറയുന്ന ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പോളിസിയിൽ വരുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിന് പല വേരിയന്റ് ഉണ്ട്. പല ഫീച്ചേഴ്സും ഈ പല വേരിയന്റിലും ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പലതും നമുക്ക് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഓപ്ഷനിലായിട്ട് ആഡ് ചെയ്യാനും സാധിക്കും. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു കംപ്ലീറ്റ് പ്ലാനാണ് ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്.